തീർച്ചയായും കവർച്ച നടത്തി 36 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിക്കുക ഒരു കവർച്ചാ ശ്രമമാണ് ഇദ്ദേഹം നടത്തിയത്. അപ്പോൾ ഏതായാലും കേരള പോലീസ് വീണ്ടും തെളിയിച്ചിരിക്കുന്നു, പ്രതികൾക്കും കുറ്റവാളികൾ രക്ഷയില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഇനി മഴ വാർത്തയാണ്. സംസ്ഥാനത്ത് കനത്ത മഴ ഇനിയും തുടരും. വടക്കൻ കേരളത്തിൽ 4 ദിവസം വരെ ശക്തമായ മഴക്കും മറ്റിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഏതായാലും ആ അലർട്ട് വാർത്ത, കാലാവസ്ഥാ വകുപ്പിൻ്റെ ആ ഒരു ജാഗ്രതാ നിർദ്ദേശം അടങ്ങിയ ആ വാർത്ത പ്രേക്ഷകരിലേക്ക്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദപാത്തിയും ആന്ധ്രാതീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിന് മുകളിലായുള്ള ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ സ്വാധീന ഫലമായി ഈ വരുന്ന 5 ദിവസം കേരളത്തിൽ കനത്ത മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും മറ്റിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയെന്നാണ് പ്രവചനം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് വടക്കൻ കേരളത്തിൽ സാധ്യതയുള്ളത്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് സംസ്ഥാനത്തെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.